നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിബിൽ സ്കോറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഏതൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോൺ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് ബാങ്ക് തീർച്ചയായിട്ടും നോക്കുന്നത് സിബിൽ സ്കോർ ആയിരിക്കും. ഈ സിബിൽ സ്കോർ നമുക്ക് കൂടാനും കുറയാനും ഓരോ കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നിലവിലുള്ള ഒരു ലോണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മുൻപെടുത്തതായിരിക്കാം, നിലവിൽ ലൈവായിട്ടുള്ളതായിരിക്കാം, അങ്ങനെ എന്ത് കാരണത്താലും ആവാം. ഓക്കെ, നിലവിലുള്ളൊരു ലോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ ലോൺ കറക്റ്റ് ടൈം പീരീഡിൽ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിബിൽ സ്കോറിന് കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല, താഴ്ച ഉണ്ടാവില്ല. അത് സിബിൽ സ്കോർ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ടാവും. പിന്നെ നമ്മൾ മുൻപ് എടുത്തിരിക്കുന്ന ലോണുകൾ, നമ്മൾ മുൻപ് എനിക്ക് തോന്നുന്നു ഒരു 2019 ആ കാലഘട്ടം മുതലാണെന്ന് തോന്നുന്നു സിബിൽ സ്കോറിനെ, അതായത് ഈ പേഴ്സണൽ ലോൺ ആവശ്യങ്ങൾ, ഡിജിറ്റൽ ലോണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നത് ഈ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എടുത്തിരിക്കുന്ന ലോണുകളൊക്കെ എന്താണ്, നമ്മളിപ്പോൾ കറക്റ്റ് പേയ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഡിലേ ആയിട്ടാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാതെ ലോൺ പേയ്മെൻറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ടോ, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് സിബിൽ സ്കോർ വളരെ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇപ്പം ഈ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അങ്ങനെയുള്ള ഓപ്ഷനിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമുക്ക് അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ സിബിൽ സ്കോർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. ഏത് ബാങ്കിൻ്റെ ലോണിലാണോ നമ്മൾ വീഴ്ച വരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളൊരു ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാതെ സെറ്റിൽമെൻറ്റ്, ബാങ്ക് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് തരും. ആ സെറ്റിൽമെൻറ്റിൽ നമ്മൾ ഇത്ര പൈസ വേവ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പൈസ ഒഴികെയുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിബിൽ സ്കോർ കുറയാനുള്ള ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നേരിട്ട് നമ്മൾ സിബിൽ സ്കോർ ചെക്ക് ചെയ്തിട്ട് എൻ്റെ റിപ്പോർട്ട് എടുക്കുക. റിപ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ഏതൊക്കെ ബാങ്കിലാണ് ഇങ്ങനെ ഡ്യൂ വന്നിട്ട് ഇഷ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ആ ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഒരു റിപ്പോർട്ട് തരും. അതായത് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് തരും. അത് വാങ്ങിച്ച് നമ്മൾ കയ്യിൽ വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ഏതെങ്കിലും ഒരു ലോൺ, ഡിജിറ്റൽ ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ, അങ്ങനെ ഏതെങ്കിലും ഒരു ലോൺ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഈ റിപ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ബാങ്ക് തരുന്ന റിപ്പോർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സിബിൽ സ്കോറിനെ നമുക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.